നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ, കുഞ്ഞിച്ചി കാർത്തികയെ പറ്റി സംശയങ്ങൾ പറഞ്ഞില്ലേ? അത് ശരിയാണെന്ന് തോന്നുന്നു. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? ഇന്ന് ഞാനിവിടെ നേരിൽ കണ്ട കാര്യങ്ങൾ പറയാം. കുഞ്ഞിച്ചിക്ക് എന്ത് തോന്നുന്നു പറയേ. ചിലപ്പോ എന്റെ മാത്രം സംശയങ്ങളാണോന്ന് എനിക്കൊന്നും അറിയണമല്ലോ. നീ പറ. അതെ, മറവിയൊന്നും വേണ്ട, എപ്പോഴും ഓർമ്മ വേണം. എടോ, അമ്മയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ വിശ്വാസ. അമ്മയ്ക്കൊരു സംശയത്തിനൊന്നും ഇട കൊടുക്കണ്ട. അത് മാത്രമല്ല, സത്യാമ്മേ, ഈ ആഴ്ച ശാന്തിമുഹൂർത്തത്തിന് പറ്റിയ ദിവസമൊന്നുമില്ല. ഇനിയിപ്പോ ഇത് തിരുമേനി വാങ്ങാതിരുന്നാലാണ് എന്റെ കയ്യിൽ നിന്ന് കൊള്ള. ഇതൊക്കെ കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോ കുഞ്ഞേച്ചി പറഞ്ഞതാ ശരിയെന്ന് എനിക്ക് തോന്നുന്നേ. അവരുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ മോളെ? കുഞ്ഞേച്ചി പറഞ്ഞ സമയം മുതൽ ഞാൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാ എനിക്കും സംശയം ബലപ്പെട്ടു തുടങ്ങിയ. കല്യാണം കഴിഞ്ഞവരുടെ ശരീരഭാഷയൊന്നും അല്ല കുഞ്ഞേച്ചി അവരുടേത്. മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പരിധി വരെ അതൊക്കെയാ. പക്ഷെ രണ്ടുപേരും ഒറ്റയ്ക്കായി കഴിയുമ്പോ തികച്ചും അപരിചിതരെ പോലെയാ. ഫ്രണ്ട്സിനിടയിലുള്ള സ്വാതന്ത്ര്യം പോലും അവർക്കിടയിൽ ഇല്ലാന്ന് തോന്നുന്നു. പരസ്പരം എന്തോ ഭയപ്പെടുന്ന പോലെ. പരസ്പരം ഇഷ്ടപ്പെട്ടും പ്രണയിച്ചും കല്യാണം കഴിച്ചവരെന്നല്ലേ കുഞ്ഞേച്ചി പറയുന്നത്? പിന്നെ എന്തിനാ അവര് ശാന്തി മുഹൂർത്തത്തെ പേടിക്കുന്നേ? അങ്ങനെയുള്ളവര് അത് എത്രയും പെട്ടെന്നാക്കാനല്ലേ നോക്കുള്ളൂ. ശാന്തി മുഹൂർത്തം ഇപ്പോഴൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ജോൾസിന് പാരിതോഷികം കൊടുക്കുന്നത് എന്തിനാ? അത് മാത്രമല്ല കുഞ്ഞേച്ചി, ജോൾസിൻ ശാന്തി മുഹൂർത്തം കുറിക്കാൻ വന്നപ്പോ വിഷ്ണുവേട്ടന്റെയും കാർത്തികയുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളെ പോലെ. ശാന്തി മുഹൂർത്തം ഉടനെയൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ജോൾസിന് പറഞ്ഞപ്പോഴാ രണ്ടാളുടെയും ശ്വാസം നേരെ വീണത്. അപ്പോ നമ്മുടെ സംശയം ശരിയാണെന്ന് തോന്നുന്നു ഷമേ. അതെ, കല്യാണം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്തിനാ അങ്ങനെ അഭിനയിക്കുന്നേ? എന്താ അവർക്ക് അതുകൊണ്ടുള്ള നേട്ടം? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വേണ്ടേ? അത് നമുക്ക് കണ്ടുപിടിക്കണം കുഞ്ഞേച്ചി. എന്തായാലും ആ കാർത്തികയുടെ മേലൊരു കണ്ണു വെച്ചോ. ഒന്നല്ല, എന്റെ രണ്ട് കണ്ണുകളും ഇപ്പൊ അവളുടെ മേല് തന്നെയാ. സംശയിക്കത്തക്കതായിട്ടുള്ള എന്തെങ്കിലും അവിടെ കണ്ട അപ്പൊ നീ എന്നെ അറിയിക്കണം. അറിയിക്കാം. ഒരാളല്ല, പലരും വിഷ്ണുവേട്ടനെ എന്റെ അടുത്ത് നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവസാനം വിജയിച്ചത് അവള് മാത്ര. അതെന്തെങ്കിലും കള്ളക്കളിയാണെങ്കിൽ ഞാൻ കുടിച്ച കണ്ണീരിന്റെ കണക്ക് അവളെ കൊണ്ട് പറയിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.